ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഈസി കോഡിലാണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ASP.NET Core വെച്ച് ഒരു വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് ASP.NET Core MVC? സോ ASP.NET Core MVC ഒരു മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ്. ആൻഡ് എന്താണ് MVC? MVC എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ്. MVC സ്റ്റാൻഡ്സ് ഫോർ മോഡൽ വ്യൂ കൺട്രോളർ. സോ എന്താണ് മോഡൽ? മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ആൻഡ് ബിസിനസ് ലോജിക് റെപ്രസെന്റ് ചെയ്യുന്നത് മോഡൽ കൂടിയാണ്. ഇൻ എ സിംപ്ലർ വേർഡ്സ്, മോഡൽ നമ്മൾ ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻസിന്റെ ഡേറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ ID, നെയിം, ഏജ്, ഈ പറയുന്ന ഡേറ്റാസ് എല്ലാം നമ്മൾ ഒരു ക്ലാസ്സസ് ആയിട്ടായിരിക്കും മോഡൽസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് വ്യൂ? വ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു യൂസർ കാണുന്ന ഒരു UI, യൂസർ ഇന്റർഫേസ് ആയിരിക്കും വ്യൂ. അത് നമ്മൾ കൂടുതലും HTML അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക. HTML, ജാവാസ്ക്രിപ്റ്റ്, അതൊക്കെ. അതായത് ഒരു യൂസർ എന്താണ് കാണുന്നത്, അതാണ് വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോളർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസർ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കൺട്രോളർ വഴിയാണ്. സോ ഒരു യൂസർ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് റിക്വസ്റ്റ് പാസ് ചെയ്ത് അത് മോഡൽ വന്ന് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് അതിന്റെ റിസൾട്ട്സ് വ്യൂ വഴി ജനറേറ്റ് ചെയ്യാണ് കൺട്രോളർ വെച്ച് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ഇന്ന് നമ്മൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. സോ ഒരു ഫിറ്റ്നസ് ട്രാക്കർ, അതാണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ. ഒരു ഫിറ്റ്നസ് ട്രാക്കർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ വർക്കൗട്ട്സ് ട്രാക്ക് ചെയ്യാനും അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് ഞാൻ അധികം ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് നമ്മൾ അതിൽ ഒരു സ്റ്റാറ്റിക് ലിസ്റ്റ് വെച്ചിട്ട് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ വിഷ്വൽ സ്റ്റുഡിയോ 2022 ആണ് ഞാൻ എടുക്കുന്നത് ടൂൾസ് ആയിട്ട്. സോ വിഷ്വൽ സ്റ്റുഡിയോ 2022 ഇല്ലാത്തവർ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. സോ വൺസ് യു ഹാവ് ദാറ്റ് വിഷ്വൽ സ്റ്റുഡിയോ 2022 ഓപ്പൺ ആക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു യൂസർ ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ASP.NET Core വെബ് ആപ്പ്, ഇവിടെ ഞാനിത് ഓൾറെഡി എടുത്തു വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ASP.NET Core വെബ് ആപ്പ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. സോ ASP.NET Core വെബ് ആപ്പ് എടുത്തതിന് ശേഷം, സോ മോഡൽ വ്യൂ കൺട്രോളർ, remember we are using MVC. So like I said, MVC stands for model view controller. So ASP.NET Core. സോ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോളർ വരും. സോ അതിനുശേഷം എൻ്റർ അടിക്കുക. സെലക്ട് ചെയ്തതിനു ശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം നമ്മളിവിടെ പ്രോജക്ട് നെയിം കൊടുക്കുന്നതാണ്. പ്രോജക്ട് നെയിം ഫിറ്റ്നസ് ട്രാക്കർ. ഓക്കെ, നമ്മൾ പ്രോജക്ട് നെയിം ഇവിടെ ഫിറ്റ്നസ് ട്രാക്കർ ഡോട്ട് വെബ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സൊല്യൂഷൻ നെയിം ഫിറ്റ്നസ് ട്രാക്കർ എന്നാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷന്റെ അണ്ടറിൽ നമുക്ക് പല പല പ്രോജക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സൊല്യൂഷന്റെ നെയിം എപ്പോഴും ഫിറ്റ്നസ് ട്രാക്കർ, അതിന്റെ നെയിം അങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഇത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മളിവിടെ .NET 8 ആണ് ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് എടുക്കുക. ഓക്കെ, ക്രിയേറ്റ് അടിച്ചതിന് ശേഷം ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ലോഡ്. സോ അതിനുശേഷം നമ്മൾ നമ്മുടെ കൺട്രോളേഴ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് മോഡൽസ് ആണ്. ഞാൻ പറഞ്ഞു മോഡൽസ് ആണ് നമുക്ക് നമ്മുടെ ഡേറ്റാസ് ബിസിനസ് ലോജിക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഈ പറയുന്നത് പോലെ മോഡൽസ് വെച്ചിട്ടാണ്. സോ ഇവിടെ നമ്മൾ അതിനായിട്ട് ഞാൻ ആദ്യം സൊല്യൂഷൻ ഞെക്കുക. സൊല്യൂഷൻ ഞെക്കിയതിനു ശേഷം സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ക്ലാസ് ലൈബ്രറിയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. സോ ക്ലാസ് ലൈബ്രറി ഇതുപോലെ തന്നെ മോഡൽസ് മാത്രം, ഞാൻ ഇതൊരു എൻറ്റയർ ആർക്കിടെക്ചർ, ഒരു ഇതൊരു പ്രത്യേക ആർക്കിടെക്ചറാണ്. നമുക്ക് ഒരു പ്രൊജക്റ്റിന്റെ തന്നെ ആക്കാം. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒരു നീറ്റായിട്ട് സെപ്പറേറ്റ് ഫോൾഡറിലേക്ക് ആക്കുന്നതേ ഉള്ളൂ. സോ ഫിറ്റ്നസ്
tracker ഡോട്ട് മോഡൽസ്. ഓക്കെ, ഇതുപോലെ തന്നെ ക്രിയേറ്റ് അടിക്കുകയാണ്. സോ നമുക്കൊരു വേറൊരു പ്രൊജക്ട് പോലെ ഇവിടെ കാണാം. സി, ഇതാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് മോഡൽസ് ആഡ് ചെയ്യാം. ബട്ട് ഞാനിപ്പോ ഒരു കുറച്ചുകൂടി നീറ്റ് ആവാൻ വേണ്ടിയിട്ട് മോഡൽ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് ഈ ക്ലാസ് ലൈബ്രറിയിൽ നമുക്കിവിടെ ആഹ്, നമ്മുടെ ക്ലാസ്സസ് ആഡ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ് വർക്കൗട്ട് എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് റീനെയിം കൊടുക്കുക. നമുക്ക് ഇവിടെ റീനെയിം കൊടുക്കാൻ സാധിക്കും. റീനെയിം വർക്കൗട്ട്. ഓക്കെ, യെസ്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സോ ഞാൻ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റുഡൻസിന്റെ ഐ ഡി, നെയിം, ഏജ്, അങ്ങനെ. ഇപ്പൊ വർക്കൗട്ടിന്റെ കാര്യത്തിലാണെങ്കിലോ നമുക്കൊരു ഐ ഡി വേണം അല്ലേ? സോ ഞാൻ നേരത്തെയുള്ള സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് ഇൻഡ് ഐ ഡി എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്നതിന് പകരം പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്നത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് PROP ടാബ് അടിച്ചാൽ മതി. സോ പബ്ലിക് ഇൻഡ് ഡിഫോൾട്ട് ആയിട്ട് ഒരു മൈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫീൽഡ് വരും. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഐ ഡി കൊടുക്കാം. ഓക്കെ, സോ ഐ ഡി നമ്മൾ കൊടുത്തു. അതിനുശേഷം ഏത് ടൈപ്പ് വർക്കൗട്ടാണ് ചെയ്യുന്നത്? അപ്പോൾ സ്ട്രിങ് ആയിരിക്കും. സ്ട്രിങ് ഡാറ്റ ടൈപ്പ് കൊടുത്തു. എന്നിട്ട് ടൈപ്പ്. ഓക്കെ, ടൈപ്പും കൊടുത്തു. ഇനി അടുത്ത ഡ്യൂറേഷൻ. എത്ര എത്ര ടൈം എടുത്തു? ഓക്കെ, ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ റെസ്റ്റ് ടൈം നമുക്ക് ഉദ്ദേശിക്കാം കേട്ടോ. റെസ്റ്റ് ടൈം വേണേ പറയാം. ഡ്യൂറേഷൻ പബ്ലിക് ഡേറ്റ് ഡേറ്റ്. സോ ഇത്രയും ഡേറ്റേഴ്സ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടാസ്ക് നമുക്ക് കൺട്രോളേഴ്സ് ആണ്. ഓക്കെ, കൺട്രോളേഴ്സ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഇതിൽ ഈ പ്രോജക്റ്റിൽ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. നമുക്കിവിടെ വർക്കൗട്ട് കൺട്രോളേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, സോ അതിനായി സെലക്ട് ചെയ്യുക, MVC കൺട്രോൾ MT, എന്റർ അടിക്കുക. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കൺട്രോളേഴ്സിന്റെ ആ കൺട്രോളർ എന്ന് പറയുന്ന നെയിം എപ്പോഴും അവിടെ ഉണ്ടാവണം. സോ അതിന്റെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ നെയിം ആഡ് ചെയ്യുക. സോ വർക്കൗട്ട് കൺട്രോളർ, എന്റർ അടിക്കുക. എന്റർ അടിച്ചതിന് ശേഷം നമുക്കിവിടെ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഒരു ഇൻഡെക്സ് പേജും കാണും. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ്, ഇപ്പൊ നമ്മൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നില്ല, അതിന് പകരം ഒരു സ്റ്റാറ്റിക് ലിസ്റ്റ് നമ്മളിവിടെ കൊടുക്കുകയാണ്. പ്രൈവറ്റ് സ്റ്റാറ്റിക് ലിസ്റ്റ്, ക്ലാസിന്റെ പേര് വർക്കൗട്ട്. സോ ഇങ്ങനെ വരുമ്പോൾ ഓക്കെ, നമുക്കൊന്ന് ഫുള്ള് ചെയ്തിട്ട് വരാം. LST. ഓക്കെ, വർക്കൗട്ട്സ്, ന്യൂ ലിസ്റ്റ് ഓഫ് വർക്കൗട്ട്. ഓക്കെ, നമ്മളൊരു വർക്കൗട്ട് ലിസ്റ്റ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് കൊടുത്തിട്ടില്ല. അതിനായിട്ട് ഇവിടെ കൊണ്ടുപോയി കഴ്സർ വെച്ചിട്ട് കൺട്രോൾ ഡോട്ട് കീബോർഡിൽ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും, ആഡ് റെഫറൻസ് ടു. ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുമ്പോൾ ആ എറർ മാറി കിട്ടും. സോ റെഫറൻസ് കൊടുക്കുമ്പോൾ ആ എറർ മാറി കിട്ടി. സോ അതിനുശേഷം നമുക്കിവിടെ ഇവിടെ ഓക്കെ, നമുക്കൊരു മെത്തേഡും കൂടെ ആഡ് ചെയ്യാം. പബ്ലിക് ആക്ഷൻ റിസൾട്ട് ആഡ്. ഓക്കെ, റിട്ടേൺ വ്യൂ. നോർമലി ഇങ്ങനെയാണ് ഒരു മെത്തേഡ്സ് ഉണ്ടാവുക കൺട്രോളേഴ്സിന്. സോ ഇവിടെ നമ്മൾ ഇത്രയും കൊടുത്തു. ഇതിനു മുന്നേ ഓക്കെ, ഇത് നമുക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ന്യൂ വർക്കൗട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ന്യൂ വർക്കൗട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ പോസ്റ്റ് മെത്തേഡ്. ഓക്കെ, പോസ്റ്റ് മെത്തേഡിന് എപ്പോഴും നമ്മൾ HTTP പോസ്റ്റ്
ഡിക്ലെയർ ചെയ്തിരിക്കണം. എന്നിട്ട് പബ്ലിക് ആക്ഷൻ റിസൾട്ട് ആഡ് റിട്ടേൺ വ്യൂ കൊടുക്കും. പക്ഷെ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഒരേ നെയിം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പാരാമീറ്റർ ആഡ് ചെയ്യണം. ഓക്കെ, പാരാമീറ്റർ ആഡ് ചെയ്യുന്നത് നമ്മളിവിടെ പോസ്റ്റ് നമ്മൾ നമ്മുടെ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. സോ വർക്കൗട്ട് കൊടുത്തു. അപ്പൊ എറർ മാറി കിട്ടി. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാലിഡേഷൻ. ഓക്കെ, സെർവർ സൈഡ് വാലിഡേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ എറർ അടിക്കും. ഇഫ് മോഡൽ സ്റ്റേറ്റ് ഡോട്ട് ഈസ് വാലിഡ്. ഓക്കെ, സോറി, കൊടുത്തതിന് ശേഷം വർക്കൗട്ട് ഡോട്ട് ഐ ഡി. വർക്കൗട്ട് ഡോട്ട് ഐ ഡി വേണ്ട, നമുക്ക് വർക്കൗട്ട്സ് ഡോട്ട് ആഡ് വർക്കൗട്ട്. ഓക്കെ, റിട്ടേൺ that action index. ഓക്കെ, ഓക്കെ, ഇത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇൻഡെക്സിലേക്ക് പോകും. ഇവിടെ ആയിരിക്കും നമുക്ക് വാല്യൂസ് കാണാൻ പറ്റുക. സോ ഇവിടെ നമ്മൾ വർക്കൗട്ട്സ് എന്ന് കൊടുക്കണം. ഓക്കെ, സോ ഇതല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ഈ പേജിൽ തന്നെ കിട്ടും. ഓക്കെ, സോ നമ്മൾ കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്തു. കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ വ്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. സോ വ്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ ആഡ് വർക്കൗട്ടിൽ നമുക്ക് ആഡ് വ്യൂ കൊടുക്കുക. എൻ്റർ അടിക്കുക, ആഡ് എൻ്റർ അടിക്കുക. ആഡ് എന്നാണ് അതിന്റെ നെയിം. ഓക്കെ, സോ അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അറ്റ് മോഡൽ ഫിറ്റ്നസ് ട്രാക്കർ ഡോട്ട് മോഡൽസ് ഡോട്ട് വർക്കൗട്ട്. ഓക്കെ, ഇത് ഇനിഷ്യലൈസ് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ h1 ആഡ് വർക്കൗട്ട് ഇത് ഹെഡിങ് ആയിട്ട് നമുക്ക് ഫോം. ഓക്കെ, ഇവിടെ മെത്തേഡ് പോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഒരു div ഡിക്ലെയർ ചെയ്യാം. div ആഡ് ചെയ്തു, ലേബൽ. ഓക്കെ, ഇവിടെ ASP4 ടൈപ്പ് ടൈപ്പ് ഇൻപുട്ട് ASP4 ടൈപ്പ്. ഓക്കെ, നമുക്കിവിടെ ഒരു ബൂട്ട് സ്ട്രാപ്പിന്റെ ക്ലാസ് ഫോം കൺട്രോൾ നോക്കാം. ഫോം കൺട്രോൾ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അത് നമുക്ക് 2-3 ഫീൽഡ്സും കൂടെ ആഡ് ചെയ്യാനുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് പേര് മാത്രം മാറ്റി കൊടുക്കാം. ഡ്യൂറേഷൻ, ഡ്യൂറേഷൻ. ഓക്കെ, ഡ്യൂറേഷൻ, ഡേറ്റ്, ഡേറ്റ്. ഇവിടെയും ഡേറ്റ്. ഓക്കെ, നമ്മുടെ ടൈപ്പും കൂടെ നമുക്കൊന്ന് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്യാം. ടൈപ്പ്.
submit class btn secondary. Okay. Alright. Okay. ഇത് നമുക്ക് ഇതിന് താഴെ വേണമെങ്കിൽ ഒരു okay, speed action index back to workout. കൊടുക്കണം ഒരു ക്ലാസ് ക്ലാസ് btn btn. ഓക്കെ. സോ നമ്മൾ ആഡിന്റെ വ്യൂ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇൻഡെക്സും കൂടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ ആഡ് വ്യൂ കൊടുക്കുക, empty എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം ഇവിടെ ഇൻഡെക്സ് ഓൾറെഡി വന്നു. ഇൻഡെക്സിന്റെ പേര് ഇൻഡെക്സ് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. സോ ഇൻഡെക്സ് എടുത്തു. ഇവിടെ നമുക്ക് ഇത് കളയുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ മോഡൽ ലിസ്റ്റ്, കാരണം നമ്മളിവിടെ ലിസ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ആഡിന്റെ അവിടെ ലിസ്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് അതിന്റെ മോഡൽസ് മാത്രം ജസ്റ്റ് ഡിക്ലെയർ ചെയ്തേ ഉള്ളൂ. സോ ഇവിടെ മോഡൽ ലിസ്റ്റ് ഫിറ്റ്നസ് ഓക്കെ. നമുക്കൊന്ന് നോക്കാം അതിന്റെ നെയിം വർക്ക്ഔട്ട്. ഓക്കെ. എറർ വരും, ഒന്ന് കൺട്രോളിലോട് അടിക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം H1 വർക്ക്ഔട്ട് ലിസ്റ്റ് കൊടുത്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പില് ASP ഓക്കെ ASP ആക്ഷൻ ആഡ് ക്ലാസ് BTN secondary. Okay. Add new workout. ഓക്കെ. അതിനുശേഷം നമുക്കിവിടെ ഒരു ലിസ്റ്റ് ആക്കണം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് UL നമ്മൾ പിന്നീട് കുറച്ചുകൂടെ വ്യൂ പാർട്ട് കുറച്ചുകൂടെ നീറ്റ് ആക്കുന്നതായിരിക്കും. സോ ജസ്റ്റ് നൗ നമുക്ക് ഇങ്ങനെ ആക്കാം. LI വർക്ക്ഔട്ട് ഡോട്ട് പെയിന്റ് ജസ്റ്റ് ഡേറ്റ് കാണിക്കാൻ പറ്റാണ്. ഷോർട്ട് ഡേറ്റ് സ്ട്രിങ് വർക്ക്ഔട്ട് dot type. Okay. എന്തോ ഒരു എറർ ഉണ്ട്. നമുക്കിത് ഓക്കെ. അതിനെന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫോർ ഈച്ച് കൊടുക്കണം. കാരണം ഇതൊരു ലിസ്റ്റ് ആണല്ലോ. അപ്പൊ ലിസ്റ്റിൽ നിന്ന് ഇപ്പൊ 2-3 വാല്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇതിന്റെ അടുത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. സോ വാർ വർക്ക്ഔട്ട് ഇൻ മോഡൽ നോക്കണം. എന്നിട്ട് ഇത് ഇതിന്റെ അകത്തായിരിക്കണം വരുന്നത് അല്ലേ. ഓക്കെ. സോ ഇപ്പൊ എറർ മാറി വർക്ക്ഔട്ട്. ഓക്കെ. സോ ഈ വർക്ക്ഔട്ടാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഐറ്റം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ വേണമെങ്കിൽ ഞാൻ ഐറ്റം ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഐറ്റം എന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാണ്. ഐറ്റം ഡോട്ട് ടൈപ്പ്. ഓക്കെ. ഇനി നമുക്ക് ഐറ്റം ഡോട്ട് ഡ്യൂറേഷൻ. ഓക്കെ. ഐറ്റം ഡോട്ട് ഡ്യൂറേഷൻ. സോ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടത് ലേഔട്ടിൽ ലേഔട്ട് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന്
ഇപ്പോൾ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഇതിന്റെ മെയിൻ ഹെഡിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ്. വർക്കൗട്ട് കൺട്രോളർ ആണ് അല്ലെ? വർക്കൗട്ട്, ഇവിടെ നമ്മൾ കൺട്രോളർ ഇൻഡെക്സ് നോക്കണം. ഓക്കെ, കാരണം നമുക്ക് ആഡ്, കാരണം ആദ്യം ഡിഫോൾട്ട് ആയിട്ട് അവിടെ വാല്യൂസ് ഒന്നും ഉണ്ടാവാത്തത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് നോക്കാം. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ ഈ ടൈമിലൂടെ റണ്ണിങ് ആയിരിക്കും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാണ് എറേഴ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. സോ വൺസ് ഇറ്റ് ഈസ് ഡൺ, നമുക്ക് ഒരു യൂസർ ഇന്റർഫേസ് തെളിഞ്ഞു വരും. ഓക്കെ, വർക്കൗട്ട്. ഓക്കെ, നമുക്ക് ഓൾറെഡി ആഡ് വർക്കൗട്ടിന് വന്നിട്ടുണ്ട്. ടൈപ്പ് 3 ടൈപ്പ്. ഓക്കെ, ഒരു DB ഡ്യൂറേഷൻ 3 years. ഓക്കെ, ഡേറ്റ് തന്നെ നോക്കാം. നമുക്ക് ആഡ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തേക്കുന്ന വാല്യൂസ് വന്നിട്ടുണ്ട്. സോ DB ആണ് 3 minutes. ഓക്കെ, ആഡ് ന്യൂ വർക്കൗട്ട് വേണം. നമുക്ക് ആഡ് ന്യൂ വർക്കൗട്ട് കൊടുക്കാം. ആഡ് ന്യൂ വർക്കൗട്ട്. ഓക്കെ, DB 10 minutes. ഓക്കെ, ആഡ്. സോ നമ്മൾ രണ്ട് വാല്യൂസും വന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക് ലിസ്റ്റ് ആണ്. സോ നമ്മൾ വൺസ് ഡാറ്റാബേസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ തുറന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഉണ്ടാവുകയില്ല. സോ വൺസ് നമ്മൾ ഡാറ്റാബേസ് ഇതിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ തന്നെ വാല്യൂസ് ഉണ്ടാവും. സോ നമുക്ക് ഓക്കെ, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും വാല്യൂസ് ഉണ്ടാവും. സോ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ASP.NET Core MVCയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സോ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ASP.NET Core MVC ആണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫിറ്റ്നസ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താണ് MVC എന്ന് പഠിച്ചു. സോ സോ നമ്മളിവിടെ മോഡൽസ് ക്രിയേറ്റ് ചെയ്തു, കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്തു, വ്യൂസ് ക്രിയേറ്റ് ചെയ്തു. സോ MVC സ്റ്റാൻഡ്സ് ഫോർ മോഡൽ വ്യൂ കൺട്രോളേഴ്സ്. സോ നമ്മളിവിടെ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മോഡൽസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ വ്യൂസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സ്റ്റാറ്റിക് ലിസ്റ്റിലേക്ക് ഒരു വാല്യൂ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഇന്ന് പഠിച്ചു. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. See you on next session. Bye.